മഹാദേവന്റെ തീവ്ര ഭക്തനായിരുന്നു നന്ദനാർ. ഒരു താഴ്ന്ന ജാതിയിലായതുകൊണ്ട് പുറത്തുനിന്ന് പ്രാർത്ഥിക്കാനേ അദ്ദേഹത്തിന് അനുമതി ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം ഭക്തിയുടെ മൂർച്ചയിൽ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നമ്പൂതിരി അദ്ദേഹത്തിനെ വിലക്കി. ആ ദിവസം രാത്രി തന്നെ നമ്പൂതിരിയുടെ സ്വപ്നത്തിൽ ശിവഗണങ്ങൾ പ്രത്യക്ഷമാവുകയും നന്ദനാറിന്റെ ദർശനം ഇനി നിഷേധിച്ചാൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി. ശിവനോടുള്ള ഭക്തി ആത്മാർത്ഥമാണോ എങ്കിൽ ശിവഗണങ്ങൾ നിങ്ങളുടെ സംരക്ഷണം സ്വയം ഏറ്റെടുക്കുന്നതാണ്. ശിവൻ ആരാണെന്നും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ജീവിതത്തെ എങ്ങനെയെല്ലാം മാറ്റിമറിക്കുമെന്നും അധികം വിവരിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ നാമജപങ്ങളിൽ മുഴുകുമ്പോൾ മനസ്സിനെ അലട്ടുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കാറുണ്ട്. എന്നാൽ കേവലം ആശ്വാസങ്ങൾക്കപ്പുറം ആരെയും അത്ഭുതപ്പെടുത്തുന്ന വളർച്ച ഉണ്ടാകണമെങ്കിൽ പുരാതന കാലം മുതൽ യോഗികൾ അറിഞ്ഞ ആ ശിവനെ നേരിട്ട് അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ അംഗരക്ഷകരായ ശിവഗണങ്ങൾ അനുഗ്രഹിക്കണമെന്നത് നിങ്ങളിൽ എത്ര പേർക്കറിയാം? ശ്രദ്ധിച്ചു കേൾക്കുക. ശിവഗണങ്ങൾ ശിവന്റെ അംഗരക്ഷകർ മാത്രമല്ല, പകരം അദ്ദേഹത്തിന്റെ ഊർജങ്ങളെ കൃത്യമായി ബാലൻസ് ചെയ്യുകയും ആ ഊർജങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന സേവകർ കൂടിയാണ്. ഇതിനാലാണ് പരമ്പരാഗതമായി ശിവനെ ഉപാസിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ശിവഗണങ്ങളെയും പ്രീതിപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും ശിവഗണങ്ങളുടെ സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ടാകും എങ്കിൽ ഇനി പറയാൻ പോകുന്ന 3 നിമിത്തത്തിലൂടെ നിങ്ങളെ ശിവനിലേക്ക് ആകർഷിക്കാൻ അവർ തുടർച്ചയായി ശ്രമിക്കുകയാണ്. അവ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് ഗണശുദ്ധി. ദേവതകളിൽ ഒരു വ്യക്തിയുടെ കർമ്മഫലങ്ങളെ അതിവേഗത്തിൽ നശിപ്പിച്ച് സന്തോഷവും സമാധാനവും നൽകാൻ ശക്തിയുള്ളത് ശിവന് മാത്രമാണ്. എന്നാൽ ഈ സൗഭാഗ്യങ്ങൾ നൽകുന്നതിന് മുൻപ് നിങ്ങളുടെ ശരീരവും മനസ്സും ശിവ ഊർജങ്ങളെ വഹിക്കാൻ കെൽപ്പുള്ളതായിരിക്കണം. ഇതിനെയാണ് കർമ്മശുദ്ധി എന്ന് പറയുന്നത്. അഥവാ നിങ്ങൾക്ക് ശുദ്ധിയില്ലെങ്കിൽ അത് നൽകാൻ വേണ്ടിയായിരിക്കും ആദ്യമായി ശിവഗണങ്ങൾ ജീവിതത്തിൽ പ്രവേശിക്കുന്നത്. ഇതിനാലാണ് ശിവനെ ആരാധിക്കാൻ തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീട്ടിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത്. ബാഹ്യ ലോകത്തിന്റെ മായയിൽ നിന്ന് നിങ്ങളെ അകറ്റാനും ശിവന്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നായ വിരക്തി മനസ്സിൽ ജനിക്കാനുമാണ് ഇത്തരമൊരു പ്രക്രിയ ശിവഗണങ്ങൾ നിർവഹിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കിയാൽ ഇങ്ങനെ സംഭവിച്ച ഒറ്റപ്പെടുത്തലുകളാണ് നിങ്ങളെ ശക്തനാക്കിയിരിക്കുന്നത്. ഇതിനാൽ ഉണ്ടായ വിഷമങ്ങളാണ് മനുഷ്യരുടെ ബന്ധം ഉപേക്ഷിച്ച് ശിവനുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ നിമിത്തമായത്. ഇത് ശിവഗണങ്ങളുടെ സഹായത്താൽ മാത്രം സംഭവിക്കുന്ന അനുഗ്രഹമാണ്. രണ്ടാമത്തേത് ഗണസംരക്ഷണം. ഒരു വ്യക്തിയുടെ പ്രാണിക് എനർജി പരിധിക്ക് മുകളിൽ ഉയരാൻ തുടങ്ങുമ്പോൾ മറ്റു ലോകങ്ങളിലുള്ള അദൃശ്യ ജീവികൾ ആ എനർജിയെ മോഷ്ടിക്കാനായി ശ്രമിക്കാറുണ്ട്. ഇവർ ചിലപ്പോൾ മനുഷ്യരുടെ ശരീരത്തിൽ പ്രവേശിച്ച് തെറ്റായ ഉപാസന രീതികൾ നൽകി അത് ഇല്ലാതാക്കും. ഇത്തരം ആപത്തുകളിൽ നിന്നും ശിവഭക്തരെ സംരക്ഷിക്കാൻ ഗണങ്ങൾ തന്നെ നേരിട്ട് ഇറങ്ങുന്നതിനെയാണ് ഗണസംരക്ഷണം എന്ന് പറയുന്നത്. ഈ സംരക്ഷണം നിങ്ങൾ സ്വന്തമാക്കുമ്പോഴാണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷമാകുന്നത്. ജീവൻ തന്നെ അപകടത്തിൽ ആയേക്കാവുന്ന ദുരിതങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്നത്. എന്നാൽ അതേസമയം ഇത്തരം പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ നിന്നും ശിവൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പാഠങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഈ സംരക്ഷണം ഗണങ്ങൾ തിരിച്ചെടുക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴെല്ലാം സഹായം വേണമെന്ന് തോന്നുന്നുവോ അപ്പോഴെല്ലാം ശിവന് പകരം ശിവഗണങ്ങളെ വിളിച്ചു നോക്കൂ. നിമിഷ നേരം കൊണ്ട് പരിഹാരം ലഭിക്കുന്നതാണ്. അവസാനത്തേത് ഗണപരീക്ഷ. ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്തതിലേക്ക് പോകുമ്പോൾ പ്രകൃതിയുടെ ഒരു പരീക്ഷണം വിജയിക്കേണ്ടതുണ്ട്. അതുപോലെ ശിവഗണങ്ങളിൽ നിന്നും സാക്ഷാൽ പരമേശ്വരനിലേക്ക് എത്തുന്നതിന് മുൻപും നിങ്ങളുടെ മനസ്സിനെയും ജ്ഞാനത്തെയും ഗണങ്ങൾ പരീക്ഷിക്കും. ഈ പരീക്ഷണം അവർ നടപ്പാക്കുന്ന രീതി തികച്ചും വിചിത്രമാണ്. എപ്പോഴെല്ലാം ശിവനോട് നിങ്ങൾ അടുക്കാൻ ശ്രമിക്കുന്നുവോ അപ്പോഴെല്ലാം തൻ്റെ ജീവിതത്തിൽ വെല്ലുവിളികൾ വർദ്ധിക്കും. ശാരീരിക പ്രശ്നങ്ങൾ ആരംഭിക്കും. അതുവരെയില്ലാത്ത കഷ്ടതകൾ എല്ലാ ദിശകളിൽ നിന്നും നിങ്ങളെ വേട്ടയാടും. എന്നാൽ എപ്പോൾ ശിവനെ ആരാധിക്കുന്നത് നിർത്തുന്നുവോ ആ ദിവസം തന്നെ ഇവയെല്ലാം അപ്രതീക്ഷിതമാവും. ചുരുക്കി പറഞ്ഞാൽ ഏതാനും മാസങ്ങളിൽ ശിവനെ ആരാധിക്കുന്നതാണ് വെല്ലുവിളികൾ വർദ്ധിക്കാൻ കാരണമാവുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മായ ഗണങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിക്കും. ഈ മായയെ തിരിച്ചറിഞ്ഞ് ഏത് കഷ്ടതകളിലും ശിവനെ ചേർത്ത് പിടിക്കുന്നവർ മാത്രമാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വരൂപത്തെ പ്രാപിക്കാൻ യോഗ്യരാകുക.
ഭക്തരാകുന്നത്. ശിവനോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ പല തടസ്സങ്ങൾ പ്രത്യക്ഷമാകുന്നത് ഭൂരിഭാഗം ഭക്തർക്കുമുള്ള അനുഭവമാണ്. എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം നിങ്ങളെ കഷ്ടപ്പെടുത്തുവാനല്ല, മറിച്ച് ആത്മീയമായി ഉയർത്താനാണ്. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ എല്ലാ പ്രശ്നങ്ങളെയും ഒരു പുഞ്ചിരിയോടെ നേരിടാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. ഇതാണ് ശിവഗണങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന പ്രധാന സന്ദേശം.